വെൽക്കം ടു റോഷ്നി'സ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് സീരീസിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അതും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, ഓംലെറ്റ് സാൻഡ്വിച്ച് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങളിൽ ബ്രെഡ് ഉണ്ട്, രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് മടിയൊക്കെ ആണെങ്കിൽ വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയങ്ങളായി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓംലെറ്റ് സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഓംലെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാനിപ്പം സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം 2 മുട്ട നമുക്ക് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഉപ്പാണ് കേട്ടോ. അപ്പം ഓംലെറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്വന്തം കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പം കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനും നിങ്ങളുടെ രുചിക്കും അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ അതല്ല ഇനി ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവേ. ഇപ്പം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പം പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ സാൻഡ്വിച്ച് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പച്ചമുളക് കടിക്കുന്നത് കുഴപ്പമില്ലെങ്കിൽ 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഇടയ്ക്ക് പച്ചമുളക് കടിക്കുന്നത് അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പം ചേർക്കാതിരുന്നത്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഓംലെറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടാവട്ടെ. നമുക്കതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും നമ്മുടെ ഉള്ളിയെല്ലാം അല്ലേ അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഓംലെറ്റിനെ. അപ്പം ഇനി നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് അസംബിൾ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു ബ്രെഡ് സ്ലൈസ് വെക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ മയണൈസ് ആണ് വെക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 1 സ്പൂൺ മയണൈസ് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കുറച്ച് മയണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ അടുത്ത സ്ലൈസ് ബ്രെഡ് ഇതുപോലെ തന്നെ ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പം മയണൈസ് ഒരുപാട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിന്റെ മുകളിലായിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡോടെ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ബ്രെഡും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. അടുത്ത സൈഡിലൂടെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 2 സൈഡും ടോസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ കിഡിലൻ ഓംലെറ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ സാൻഡ്വിച്ച്? അടിപൊളിയായിട്ടില്ലേ? ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നി'സ് ഫുഡ് ആൻഡ് ലൈഫ്.